ഞാൻ ഇന്ന് കണ്ട ഒരു ട്രോള് വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരിച്ച് ഒരു പരുവത്തിലായെന്ന് വേണം പറയാൻ. അത്രമാത്രം ചിരിക്കാനുണ്ട് അതിനകത്ത്. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേതാക്കന്മാരൊക്കെ അവരുടെ തോൽവിയെക്കുറിച്ചും എങ്ങനെയാണ് ഞങ്ങൾ തോറ്റത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ. അത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാം അത്രമാത്രം ചിരിക്കാനുണ്ട്. എന്നുവെച്ചാൽ തൃശ്ശൂര് മുരളീധരൻ തോറ്റതും അതിനുശേഷം ഇടതുപക്ഷം 10-18 സീറ്റുകളിൽ തോറ്റതിനെ പറ്റിയും എല്ലാം നേതാക്കന്മാരോട് ഓരോരുത്തരോടായിട്ട് ചോദിക്കുമ്പോൾ ഉള്ള മറുപടിയും അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടന്റ്. ആ കണ്ടന്റ് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലാണ്. ആ പരിപാടിയുടെ അവതാരകൻ എന്ന് പറയുന്നത് ആ ട്രോളിനെ എല്ലാം ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ആക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. എന്നിട്ട് അതിന് ഓരോ മറുപടി പുള്ളി പറയുന്നു. ഇതെല്ലാം കേട്ട് ചിരിക്കുന്ന വെച്ചാൽ അത്രമാത്രം ചിരിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അതിന് കുറച്ച് ഭാഗങ്ങൾ, ഒരു 3 മിനിറ്റോളം. ഈ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ആർക്ക്? UDFന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്? ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കല്ല വോട്ട് ചെയ്തത്. എനിക്കൊന്നും അത് സ്വന്തമായിട്ട് ട്രോളി കാണാൻ തോന്നുന്നു. ജനങ്ങൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ജനങ്ങൾ ജനാധിപത്യപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 19 ലോക്സഭാ സീറ്റുകളിലും LDF തോറ്റു. അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണ്. ഇതെന്ത് തോൽവിയാണ്? അല്ല, ഇതെന്ത് തോൽവിയാണ്? അപ്പോൾ അത് ജയിച്ച തോൽവിയാണ്. ഇങ്ങനെയും ഒരു തോൽവിയോ? അങ്ങനെ ഉണ്ടല്ലോ ഒരു തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. പോയേ കയ്യിന്ന് പോയേ. ഇത് സഖാവ് തന്നെ. LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ചരിത്ര വിജയം സമ്മാനിച്ചു. കൈയടിക്കുന്നില്ലല്ലോ. UDFന് വേറെ ആയിരിക്കുമല്ല. ഇനിതിരായി അടിക്കുന്നു. എല്ലാം തീർന്നില്ലേ? എന്ത് തിരിച്ചടി? എന്ത് തിരിച്ചടി? ഒന്നുമില്ല. ചൂട്ട വരെ കയ്യിലില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ കോൺഗ്രസ്. ഇന്ത്യ സഖ്യം ഉണ്ടാവൂലല്ലോ അല്ലേ സാറേ? ഇന്ത്യ മുഴുവൻ യൂണിറ്റായി എടുത്തിട്ടൊന്നും ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല. ഇല്ലാന്നൊരു ഉറപ്പല്ലേ? ഇവിടെയില്ല, ബംഗാളിലില്ല, എവിടെയില്ല. ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകൾ. അവിടെ എത്ര സീറ്റ് അവർക്ക് കിട്ടിയത്? ഇമാതിരി ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാണ്? അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. ദയനീയമാണ്. ചൂട്ട വരെ കയ്യിലില്ല. കൊല്ലത്ത് എന്തായി? സത്യസന്ധമായി പറയുകയാണ്, ബഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്ര തമാശ പറഞ്ഞിട്ടില്ല. എന്താകാനാണ്? ഡെഫിനറ്റ് ഞാൻ ജയിച്ചു കഴിഞ്ഞ തവണ ജയിച്ച തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തു. ഈ തൃശ്ശൂരില് പരാജയത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് മുരളീധരൻ സംസാരിക്കുന്നതും പത്മജ സംസാരിക്കുന്നതുമാണ്. തൃശ്ശൂരിൽ നമുക്ക് ഒരു അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടായി. തൃശ്ശൂര് പോയി. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. മുരളി സാറ് പക്ഷെ അത്ര സന്തോഷത്തിലല്ല. മത്സരിക്കാനൊരു മൂഡ് നഷ്ടപ്പെട്ടു. പത്മജ മാഡം, അതെന്താണ് അദ്ദേഹത്തിന്റെ വേദനന്റെ കാരണം എന്താണ്? സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കാൻ വെച്ചാൽ ഒരു മാന്യായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയാ തോൽപ്പിക്കണേ? 3ാമത്തെ ഇലക്ക് ഇട്ടതാ. ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. വോട്ട് മാറ്റിക്കുത്തിയ കോൺഗ്രസുകാർക്ക് ആ പ്രയാസം ഉണ്ടായില്ല മുരളിയേട്ടാ, ഉണ്ടായില്ല. തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. പറയൂല, വേണമെങ്കിൽ കാണിച്ചു തരാം. ഉമ്മ വെക്കണതും വേർപ്പ് ഒപ്പി കൊടുക്കണ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ട്രോളുകൾ വഴിയാണെങ്കിലും ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. പല ട്രോളുകളും നമ്മൾ കാണുമ്പോഴും ആ ട്രോളുകൾ വഴി അവർ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ, പല ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് കൂടുതലും. അതുപോലെ തന്നെ പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും ഈ ട്രോളുകൾ വഴിയൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു ട്രോളാണിത്. ഇത് 25 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ. നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ അതിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും എനിക്ക് നല്ലതുപോലെ അത് ഇഷ്ടപ്പെട്ടു. ചിരിച്ചെന്ന് പറഞ്ഞാൽ ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പം
ചിരിച്ച ഒരു പരുവത്തിലായി ഇത് കണ്ടിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.